ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ വെച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടെ കട്ടി ഉണ്ടാവും. ചാർട്ട് പേപ്പറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മളത് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ആ മടക്കിലൂടെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്നൊരു പേപ്പർ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൽ നിന്നും ഇതുപോലെ ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതുപോലെയാണ് നമ്മൾ ഒരു ഇല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത പീസ് നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ഇലയാണ്. ഇതുപോലെ പല വലിപ്പങ്ങളിലുള്ള ഇലകൾ നമുക്ക് വേണം. ഇതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. അപ്പം നമ്മൾ പെയിന്റിംഗ് ബ്രഷ് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇലയുടെ ആ ഒരു അരികു വശത്തേക്ക് നമ്മൾ ഡോട്ടുകൾ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ആ ഒരു നടുഭാഗത്ത് നമ്മൾ വീണ്ടും ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒരു ഇല ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ രണ്ട് ഇലകളും ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ചെറിയ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പീസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കെട്ടുകമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലേക്ക് തണ്ടുകളായി ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. രണ്ടെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടും ഇലകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ഇലകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഇലയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കെട്ടുകമ്പി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള കെട്ടുകമ്പി ഇലകളിൽ നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കമ്പിയുടെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ രണ്ട് ഇലകളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല വലുപ്പങ്ങളിലുള്ള ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. നമ്മളിതിൽ തണ്ടുകളായിട്ട് കെട്ടുകമ്പിയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ റോൾ ചെയ്തെടുത്തതും ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും ഇലകളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ഇലകളുടെ അടിയിലും നമ്മൾ ആ കമ്പി ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതിൽ ചെറിയ ഇലകൾ നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം എടുക്കാൻ. അതിനുശേഷം നമ്മൾ രണ്ട് ഇലകളും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചു കൊടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുക്കുകയാണ്. നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുക്കാൻ. ഇനി നമ്മൾ അതിലേക്ക് അടുത്തൊരു ഇല വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഇലകളും നമുക്ക് ഇതിലേക്ക് വെച്ച് ചുറ്റി കൊടുക്കണം. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമുക്കിതിലേക്ക് രണ്ട് ഇലകൾ കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. അതും കൂടെ നമ്മൾ അതിലേക്ക് വെച്ച് പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പേപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ പ്ലാന്റ് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി നമ്മുടെ പേപ്പർ പ്ലാന്റ് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ പേപ്പർ പ്ലാന്റ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഈ കല്ലുകൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായവർ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.